അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഇടതുപക്ഷം ഞങ്ങൾ ലെറ്റർ കൊടുത്തു. ഓൾറെഡി NCP എന്നുള്ളത് ഞങ്ങളാണ്. മറ്റു രണ്ടുപേരും, ഞങ്ങൾ 3 ആളാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഞാൻ കോട്ടയിൽ മത്സരിച്ചു, മറ്റേ കുട്ടനാടും എലത്തൂരും. അവർ രണ്ടുപേരും ജയിച്ചപ്പോൾ അവരടക്കം മത്സരിച്ചിട്ടുള്ള NCPയുടെ സ്ഥാനാർത്ഥികളായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ NCP ശരിയായ NCP ഞങ്ങളാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ തരണം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു. പക്ഷേ അതിന് റിപ്ലൈ തന്നില്ല, വിളിച്ചില്ല. ഞങ്ങൾ ഒന്നിനും പോയില്ല. ഞങ്ങൾ പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും അഭിപ്രായം നമ്മൾ LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന് ശേഷം കൂടിയതിൽ നിന്നൊരു തീരുമാനമെടുത്തു. കേരളത്തിൽ തീരുമാനം എടുക്കാൻ കാരണം ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രശ്നങ്ങളിലാണ് പോകുന്നത്. കേരളം ഇന്ന് സാമ്പത്തികമായ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കൂടെ പോവുകയാണ്. ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. 1600 രൂപ നേരത്തെ ഇത് അതുപോലെ മാസം കൃത്യം കൊടുക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാൻ പറഞ്ഞേക്കാം. എല്ലാ കാര്യങ്ങളിലും. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റിയുടെ പൈസ കൊടുക്കുന്നു. വീണ്ടും ഇപ്പോൾ ഇലക്ട്രിസിറ്റി പൈസ കൂടുന്നതാണ് പറയുന്നത്. അതിൻ്റെ ചാർജസ് കൂടുന്നു. വെള്ളത്തിന് കരം കൂട്ടി. എല്ലാ നിലയ്ക്കും. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിന് ഒരു പരിധി ചിലയിലൊക്കെ അവരുടെ 6% മൊത്തം ഇതിൻ്റെ തരുന്നില്ല, 3+ തരുന്നുള്ള അവിടെ കൂട്ടണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ ഇങ്ങനെ അവർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നത് എന്താ കാരണം? തമിഴ്നാടിന് അവിടുത്തെ ഇൻഡസ്ട്രി ഉണ്ട്, അവിടുത്തെ റിസോഴ്സസ് അവർക്ക് പൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സ്റ്റേറ്റിന് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഇത്തരത്തിലുള്ള വരുമാന മാർഗങ്ങളില്ല. ഒന്ന്, ഇൻഡസ്ട്രീന്ന് നമ്മൾ പണ്ട് പോലെ ഉള്ള ഇൻഡസ്ട്രികൾ തന്നെ പൂട്ടിച്ചു. ഇപ്പോഴാണെങ്കിൽ പുതുതായിട്ടൊന്നും വരുന്നില്ല. സർവീസ് സെക്ടറിൽ IT മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പുതുതായിട്ട് ചില ഏരിയാസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രി വരില്ല. ഇപ്പോൾ എലപ്പുള്ളിയിലെ വിഷയങ്ങൾ എടുക്കാം. എലപ്പുള്ളി വിഷയം എടുത്താൽ ഞാൻ അതിൽ വ്യത്യസ്തമായ നിലപാടുള്ള ആളാണ്. 97% ലിക്കർ മറ്റു പല സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര പോലത്തെ സംസ്ഥാനങ്ങളിൽ. ബെനിഫിറ്റ് ആർക്കാ? അവർക്കാണ്, നമുക്കല്ല. നമ്മളത് അതിന് ശേഷം വാങ്ങിച്ച് അതിൻ്റെ പോലെ ടാക്സ് ചാർജ് ചെയ്തിട്ട് വിൽക്കുന്നത് മാത്രമല്ല, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ ഞാൻ പറയുന്നത് ആ 97% നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു 15 ഡിസ്റ്റിലറി എങ്കിലും ബ്രൂറീസ് ഇവിടെ വേണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഈ ഒയാസിസിൻ്റെ പദ്ധതിയിൽ തന്നെ 4000 ആൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ 15 എത്ര ആയിരിക്കും? ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കല്ലേ വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യണം? കുടിവെള്ളത്തിന് മുടക്കാൻ പാടില്ല. അവിടെ തന്നെ ഒരു മലബാർ ഡിസ്റ്റിലറി പൂട്ടിക്കിടക്കുകയാണ്. പണ്ട് കൊക്കോവെള്ളം നമ്മൾ ഓടിച്ചു. അപ്പം അത്തരത്തിലുള്ള ഈ പൂട്ടിക്കിടക്കുന്ന സ്ഥലത്ത് സ്വന്തം ഗവൺമെൻറ് ഇതുപോലും വെള്ളം കൊടുക്കാൻ കഴിയാത്തടത്ത് പുതിയ ഡിസ്റ്റിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ആൾക്കാരെ സംശയിക്കില്ല അതിൽ അഴിമതി ഉണ്ടെന്നുള്ളത്. ഉറപ്പായിട്ടും ഇവിടെയാണ് പ്രശ്നം. അതേസമയം എന്നാൽ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കാരണം എന്താ? 6 മാസം പലപ്പോഴായിട്ട് മഴ ലഭിക്കുന്നു നമുക്ക്. പക്ഷേ മഴ ലഭിക്കുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, വെള്ളം നേരെ കടലിലോട്ട് പോകുന്നു, അല്ലേ? ഡാമിൽ പോലും 30% ആയി നമ്മുടെ കപ്പാസിറ്റി. അത് 100% ആയിക്കൂടെ? ആ 30%. അതിന് ഐസക്ക് ഒരു ഉപാധി വെച്ചു. അന്ന് മണൽ എല്ലാം മലമ്പുഴ ഡാമിലെ കോരി ചെയ്തു. പക്ഷേ ഇവിടെ ചില ലോബികളുണ്ട്, അവരെല്ലാം കൂടി അതിനെ തകർത്തു. മണ്ണിലെടുക്കണ്ടെന്ന് വെച്ചു. ഈ മലമ്പുഴ ഡാമിൽ സർവേ നടത്തിയ ഒരു എഞ്ചിനീയർ ഇന്റർവ്യൂ ഞാൻ എടുത്തിരുന്നു. അത് ഈ ഡാം തകരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളവിടെ സർവേ നടത്തി, ഞങ്ങളവിടെ കണ്ടെത്തിയത് മലമ്പുഴ ഡാമിലെ മണൽ നീക്കം ചെയ്താൽ പാലക്കാട് ടൗൺ 20 അടി പൊക്കത്തിലിട്ട് ആ ഒരു വിസ്തൃതമായ ഏരിയ 20 അടി പൊക്കത്തിൽ ഹൈറ്റിൽ ഫില്ല് ചെയ്യാനുള്ള മണൽ കിട്ടുമെന്ന്. പക്ഷെ പിറ്റേ ദിവസം പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് അവർക്ക് ആ പാലക്കാടിന്റെ അതിർത്തി കടക്കാൻ പറ്റിയതെന്നാണ് അത്. അല്ല, അതിലെ വിഷയം എന്താണെങ്കിലേ, ഈ ലോബി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയ ലോബിയുടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഈ പുഴയിൽ നിന്നെല്ലാം മണൽ വരുന്നതാണ്. അത് പഞ്ചായത്തുകൾക്ക് വരുമ്പോഴുണ്ടായിരുന്നു, സർക്കാരിന് വരുമ്പോണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഓരോ കാലത്തും മഴ പെയ്യുമ്പോൾ വരുന്നെന്താ? ഈ ചെളിയും മണലും എല്ലാം അടഞ്ഞ് പുഴയുടെ കപ്പാസിറ്റിയും കുറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ മണൽ എടുത്തുകൊണ്ട് 44 നദികളുണ്ട് നമുക്ക്. മനസ്സിലായോ? ഈ 44 നദികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളൂടെ വരികയാണ്. അവിടെ ഈ മണലെല്ലാം എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തുണ്ട് കുടിവെള്ള പദ്ധതികൾ ഇട്ടൂടെ ഓരോ പഞ്ചായത്തിനും? പക്ഷെ പഞ്ചായത്ത് ചെയ്യുന്നില്ല. എന്താ കാരണം? പഞ്ചായത്തിന് 3 മാസത്തെ വേറെ ഒരു ഇതുണ്ട്. അവിടുത്തെ മെമ്പേഴ്സിനും കോൺട്രാക്ടേഴ്സിനും കുടിവെള്ള വിതരണം ടാങ്കറിൽ. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, എറണാകുളത്തല്ല ഏത് പഞ്ചായത്തിൽ നിന്നാലും ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിവെള്ള ടാങ്കറുകളോട് കാണാം. അതിൽ കച്ചവടം വേറെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നിലനിൽക്കുന്നതിനാണ് പലരും ശ്രമിക്കുന്നത്. പിന്നെ മണൽ വാരിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സാൻഡിൻ്റെ കച്ചവടം നിൽക്കും.
ഇനി എംസാൻഡിനെ പറ്റി ഒരു കാര്യം കൂടി പറയാനുണ്ട്. എംസാൻഡ് എന്നുള്ളത് അവരുടെ സ്വന്തം സ്ഥലത്തു നിന്നല്ല ഈ പാറ പൊട്ടിക്കുന്നത്. സർക്കാരിൻ്റെ സ്ഥലം ലീസിനെടുത്തുകൊണ്ട് ചെറിയൊരു തുക കൊടുത്തുകൊണ്ട് ഇവരാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അതിൽ പക്ഷേ അവരെന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ വിഹിതം കൊടുക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ നവകേരള യാത്രയുടെ ഒരു കണക്ക് വെച്ചപ്പോൾ പല തഹസിൽദാർമാരും കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ കാരണം എന്താ, ഈ പൈസ അനധികൃതമായിട്ട് വന്നിട്ടുള്ള പൈസകളാണ്, കൊടുക്കാൻ പറ്റില്ല, റെസീറ്റ് ഇട്ടിട്ട് വന്നിട്ടുള്ളതല്ല. മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ അവരെന്തെങ്കിലും ചെയ്യാൻ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടവരാണ് പഞ്ചായത്തുകൾ. അപ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഈ പൈസ ഇരുന്നൊരു ഇതിൽ? ഞാൻ പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു വലിയ നെക്സസ് നിൽക്കുകയാണ്. ഇപ്പം അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ബ്രൂവറി വരുമ്പോൾ നമുക്കിവിടെ 2-3 സെക്ടറാണ് വികസിക്കുന്നത്. ഒന്ന്, ഈ കുടിവെള്ളത്തിന് ഈ പറയുന്ന സൊല്യൂഷൻ കാണുക, ഡാമുകളിൽ എല്ലാ ചിലവും മാറ്റിക്കൊണ്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾ അതിനോടടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ബ്രൂവറി കൊണ്ടുപോയി സ്ഥാപിക്കുക. അപ്പോൾ ഡാമിലെ കപ്പാസിറ്റി 70% കൂടുമ്പോൾ അത് വെള്ളം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? മാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം മുഴുവൻ ഒലിച്ചു പോവല്ലേ. അതിലിപ്പോൾ ചിമ്മിനി ഡാമിൻ്റെ പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇസ്മായിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്രപ്പോസൽ വന്നിരുന്നു ചിമ്മിനി ഡാമിനെ സംബന്ധിച്ച്. ചിമ്മിനി ഡാം കഴിഞ്ഞ പാലപ്പള്ളി ആ ഏരിയ മുഴുവൻ റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയാണ് ഈ പുഴ ഒഴുകി വരുന്നത്. റബ്ബറിന് പ്രത്യേകിച്ച് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു കോട്ടയം സൈഡിലുള്ള എവിടെയും വെള്ളം നനയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ അത് മഴയിൽ നിന്നുള്ള അതിന് തന്നെ റബ്ബർ ഉൽപ്പാദനം നടത്തുകയാണ്. അപ്പം അതുകൊണ്ട് ആ വെള്ളം 40 കിലോമീറ്ററോളം വേസ്റ്റാണ് ഈ ഒഴുകി വരുന്നത്. എന്തുകൊണ്ട് ഈ ബ്രൂവറി എലപ്പുള്ളി നിന്ന് അങ്ങോട്ട് മാറ്റിക്കൂടാ? ഈ വെള്ളത്തിനെ സേവ് ചെയ്യുകയും ചെയ്യാം, അവിടെ ഒരു ഇൻഡസ്ട്രി വരികയും ചെയ്യും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൊത്തത്തിൽ 30-32 ഡാമുകൾ ചെറുതും വലുതുമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ 15 ബ്രൂവറി സ്ഥാപിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ അഴിമതി നടത്താൻ പറ്റില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ബ്രൂവറി ഫ്രാൻസിനെ കുറിച്ച് നിങ്ങൾ എടുക്കുക. ഈ ഫ്രാൻസിൻ്റെ വരുമാനം എന്ന ഫ്രഞ്ച് വൈനിൽ നിന്നാണ് അവിടുത്തെ മുഖ്യമായ വരുമാനം. വേൾഡ് ഓവർ ഫ്രഞ്ച് വൈനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലേ? കേരളത്തിൽ ഇവിടുന്ന് 3% എന്തോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് ബ്രൂവറീസ് നിന്ന്. മനസ്സിലായോ? അതിൽ കൂടുതൽ കൂട്ടാൻ പറ്റും നല്ലതുണ്ടെങ്കിൽ. മാത്രമല്ല ഞാൻ അടുത്ത് കേട്ടത്, എനിക്ക് അതിൻ്റെ ഈ സത്യാവസ്ഥ എനിക്കറിയില്ല, പുറത്ത് നിന്ന് വരുന്ന ബിയർ, നമ്മൾ ബിയർ പാർലറാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നത്, ആ ബിയറിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് ഇവിടെ വൃക്ക രോഗികൾ കൂടുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. ഒരു നിലയ്ക്ക് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. കാരണം എന്താ, എവിടെ ഡയാലിസിസ് സെൻ്റർ അവിടെയൊക്കെ വൃക്ക രോഗികളുടെ ക്യൂ ആണ്. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തോ പ്രശ്നമില്ലെങ്കിൽ ഇത് വരേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ മദ്യത്തിൽ പോകണ്ട, കൂടുതൽ ഈ പറയുന്ന ബിയർ പാർലറും വൈൻ പാർലറും ഒന്ന്. ഇനി കർഷകർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കർഷകരാണ്. റബ്ബറോ അല്ലെങ്കിൽ ബാക്കിയുള്ളോ പലതും നമ്മൾ പലപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് നല്ല ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിച്ചുകൂടാ? പൈനാപ്പിള്, മധ്യകാലത്തിൽ പൈനാപ്പിൾ വളരെയധികം അവസാനം വേസ്റ്റ് ആയിട്ട് പോകണം, റോഡ് സൈഡിൽ ഇട്ടിട്ട് വലുതാ കൊടുക്കണം. പൈനാപ്പിളോ കാഷ്യോ മുന്തിരോ ഇന്നെല്ലാം ഈ ബ്രൂവറിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തൂടെ? അപ്പോൾ കർഷകർക്കും ഒരു മെച്ചം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ എക്കണോമിയെ കൃത്യമായിട്ട് ഇതുപോലെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിലും ഇതുപോലത്തെ വരണം. അപ്പോൾ ബ്രൂവറി വരണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താ, പല മതങ്ങളും ഇതിപ്പോൾ വീഞ്ഞുണ്ടാക്കുന്ന അതുപോലെയുള്ള മറ്റതും അവരുടെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇത് എവിടെ വരണം എന്നുള്ളതാണ് ചോദ്യം. അതെ, കുടിവെള്ളം നശിപ്പിച്ചുകൊണ്ട് അല്ല ഇത് കൊണ്ടുവരേണ്ടത്. അതൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. ഇത് പാലക്കാട് ഇലക്ഷൻ സമയത്ത് എന്തോ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കാതെ പറ്റില്ല. കാരണം ശരിയല്ലേ? കാരണം എലപ്പള്ളി പഞ്ചായത്തിനും മറ്റു പഞ്ചായത്തിനും അവർ ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേണം. അതിന് വലിയൊരു സ്റ്റഡി ആവശ്യമാണ്. പലതും ഇവിടെ കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായി? അല്ലാതെ കുറേ IT പാർക്ക് കൂടുന്നുണ്ടോ, കുറേ സ്ഥലങ്ങൾ എടുത്തുകൊണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ പല IT പാർക്ക് വേണ്ടിയിട്ട് അങ്കമാലി, മൂക്കന്നൂർ അവിടെയൊക്കെ പോയിട്ട് വെറും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓൾറെഡി അവർ ആ സ്ഥലം എടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. പാലക്കാടും അതുപോലെ തന്നെ പണ്ട് റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലങ്ങളാണ് ഇപ്പോൾ വേറൊരു കൊറിഡോറിന് വേണ്ടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായ കൃഷി സ്ഥലങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കറുകുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. കറുകുറ്റിയാണല്ലോ നമ്മുടെ എറണാകുളം ജില്ലയുടെ ബോർഡർ. എറണാകുളം ജില്ല മാത്രം എടുത്താൽ പൂട്ടിപ്പോയ എത്ര ഇൻഡസ്ട്രി ഉണ്ട്? ആ ഇൻഡസ്ട്രിയൽ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വെറുതെ എടുക്കുക.
അവിടെ എന്ത് ലൈസൻസിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഇൻഡസ്ട്രി നടത്തിയ സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രി വീണ്ടും കൊണ്ടുവരുന്നതിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കൃഷി സ്ഥലമോ എടുത്ത് കൺവേർട്ട് ചെയ്തു എന്നുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ടോ? അതില്ല. എത്രയുണ്ട്. പക്ഷെ പലതും കേസിൽപ്പെട്ട് നിയമപരമായി അല്ല, ഒന്നുമില്ല, ഒരു കേസും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ഇവിടെ പെരുമ്പാവൂർ റയോൺസ്, ബിനാനി സംഘ്, ഇതൊക്കെ പല ആളുകളുടെ കയ്യിലാണ്. അവർ വാങ്ങിച്ച് വെറുതെ ഇട്ടിരിക്കുകയാണ്. അതിലുള്ള സാധനങ്ങൾ എടുത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. അതെല്ലാം ഗവൺമെൻറ് നിലം നികത്തി ഇത്രയും പൈസ ചിലവാക്കി ആ സ്ഥലം എടുക്കുന്നതിനും കോടികൾ ചിലവാക്കുമ്പോൾ ആ പൈസ പോരെ? എല്ലാ സൗകര്യങ്ങളുള്ള റയോൺസ് പറയുമ്പോൾ പുഴയുടെ അടുത്തുള്ളതാണ്, വെള്ളത്തിന് സൗകര്യമില്ല. ഡിസ്റ്റിലറി അവിടെ കൊടുന്നുകൂടെ? അതെ, ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വളരെയധികം വലിയ പല സ്ഥാപനങ്ങളുമൊക്കെ ഈ വെയർ ഹൗസിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ള പലതിനും ഒക്കെ ആയിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ ഇന്നും ഇപ്പം STLൻ്റെ HMTയുടെ സ്ഥലം 70 ഏക്കറല്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കൈമാറിപ്പോയി എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ സ്ഥലങ്ങൾ അങ്ങനെ എടുത്താൽ ഒട്ടനവധി, ഞാൻ ചെറിയ കമ്പനികളെ കുറിച്ച് പറയുന്നില്ല,